വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ +1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിനു മുമ്പ് നമ്മുടെ ഈ പറയുന്ന ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ലാസ്റ്റ് വീഡിയോ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ആ പ്രോബ്ലംസിനകത്ത് 1-2 ചോദ്യങ്ങളുടെ ഫൈനൽ ആൻസറിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സോ അത് ആ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാവരും ഒന്നും കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല കുട്ടികളും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷെ ഞാൻ ഇനീഷ്യലി ഒരു കാര്യം പറയാം, ഒരു ചാപ്റ്ററിന്റെ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നമ്മൾ ആ ചാപ്റ്റർ ഏത് തരത്തിൽ പഠിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ചാപ്റ്റർ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഈസിയസ്റ്റ് വേയിൽ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയും. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് ആണ് ഞാൻ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നത്. ആംഗുലർ വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റിയും എന്താണ് ആംഗുലർ വെലോസിറ്റി എന്നാണ് ആദ്യം, പിന്നെ അതും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മുടെ ഇതിൽ വരുന്ന നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്. സോ എന്താണ് ആംഗുലർ വെലോസിറ്റി? നിങ്ങൾക്ക് വെലോസിറ്റി എന്താണെന്ന് അറിയാം അല്ലെ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് ലീനിയർ വെലോസിറ്റിന്റെ കേസിൽ പറയാം. പക്ഷെ ഇവിടെ ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഉടനീളം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം സർക്കുലർ മോഷൻ ആണ് വരുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ആ രീതിയിലാണ് വരിക. അതായത് ഒരു റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷൻ ആണ് ഇവിടെ നമ്മൾ മുഴുവനും കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന വെലോസിറ്റി എന്ത് വെലോസിറ്റിയാണ്? ആംഗുലർ വെലോസിറ്റിയാണ്. കാരണം അതിന്റെ പാത്ത് എങ്ങനെയാണ്? സർക്കുലർ പാത്ത് ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ വെലോസിറ്റി എന്താണ്? ആംഗുലർ വെലോസിറ്റിയാണ്. സോ ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈ പറയുന്ന 2 സെക്ഷനിലേക്കും ഞാൻ വരയ്ക്കുകയാണ്. ഇത് അതിന്റെ റേഡിയസ് R ആണ്. ക്ലിയർ? ഒരു സർക്കിളിന് അതിൻ്റെതായ റേഡിയസ് ഉണ്ടെന്ന് അറിയാം. ക്ലിയർ? സോ നോർമൽ ആയിട്ടുള്ള വെലോസിറ്റി അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ് സംഭവിക്കുക. ഇവിടെ എന്താണ്? ഇവിടുത്തെ എങ്ങനത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് സംഭവിക്കുക? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ് സംഭവിക്കുക. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ് ഇവിടെ വരിക. മനസ്സിലാക്കി തന്നെ പഠിക്കാം. സോ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിൽ ഡിസ്പ്ലേസ് ആവുന്ന സമയത്ത് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെലോസിറ്റി നമ്മൾ ഒമേഗ എന്നാണ് പറയാ. ഇത് W അല്ല, ഒമേഗയാണ്. സോ ഒമേഗ ഈക്വൽ ടു ചേഞ്ച് ഇൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ ടൈം, അതായത് അവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് കൊടുക്കും. ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയത് കാരണം d തീറ്റ ഡിവൈഡഡ് ബൈ t എന്ന് കൊടുക്കും. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത കാര്യം, ഇതിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് ആംഗുലർ വെലോസിറ്റി എന്താണ്? പല കുട്ടികൾക്കും അറിയില്ലായിരിക്കും. അതായത് ഇവിടെ തീറ്റയാണ് വരുന്നത്. ആംഗിളിനെ SI യൂണിറ്റിൽ നമ്മൾ എന്താണ് പറയാ? റേഡിയൻ എന്നാണ് പറയാ. സോ റേഡിയൻ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ഈ പറയുന്ന ആംഗുലർ വെലോസിറ്റിന്റെ യൂണിറ്റ്. റേഡിയൻ പെർ സെക്കൻഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത കാര്യം, ഇപ്പൊ നമ്മൾ ആംഗുലർ വെലോസിറ്റി പഠിച്ചു. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആംഗുലർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ വളരെ സിമ്പിൾ ആണ്. V ഈക്വൽ ടു R ഒമേഗ. V ഈക്വൽ ടു R ഒമേഗയാണ് ആ റിലേഷൻ എന്ന് പറയുന്നത്. V എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീനിയർ വെലോസിറ്റിയാണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്. ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച ആംഗുലർ വെലോസിറ്റി ആണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാം. ഈ ചാപ്റ്ററിലെ പൊതുവെ എല്ലാ ടോപ്പിക്കും ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. അത്രയൊന്നുമില്ല. നമ്മളുടെ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ടാണ് നമ്മൾ അടുത്തതായിട്ട് കിടക്കുന്നത്. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം ആണ്. അപ്പൊ അതിൽ ആദ്യത്തെ കാര്യം ടോർക്കിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ടോർക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ സാധാരണ മോഷനിൽ നമ്മൾ ഫോഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. അതായത് റൊട്ടേഷണൽ മോഷൻ കോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ടോർക്ക് എന്ന് പറയുന്നത്. ഫോഴ്സ് വിച്ച് ഈസ് കോസിംഗ് ദ റൊട്ടേഷണൽ മോഷൻ എന്ന് പഠിക്കാം. അല്ലെങ്കിൽ ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് പഠിക്കാം. നിങ്ങളുടെ കൺവീനിയന്റ് ആണ്. ഓക്കെ, ക്ലിയർ? സോ ടോർക്കിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു കൊടക്കമ്പി പോലെയാണ് നമ്മൾ ടോർക്കിനെ റെപ്രസെന്റ് ചെയ്യാം. ടോ എന്നാണ് ഇതിനെ പറയാം. സോ ടോർക്ക് equal to force into perpendicular distance. ഇതാണ് ഫോർമുല എന്ന് പറയാം. ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് ടോർക്കിന്റെ ഫോർമുല. മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഇങ്ങനെയുള്ള ഫോർമുല പഠിച്ചാൽ ഒരു എക്സാക്ട് ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. സോ അതിനൊരു കുഞ്ഞ് ഡെറിവേഷൻ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. സോ വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്.
ഇതൊരു എക്സ് ആക്സിസ് വൈ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു റോഡ് അല്ലെങ്കിൽ ഒരു വടി കൺസിഡർ ചെയ്യണം. ഒരു വടി ജസ്റ്റ് ആ വടിയുടെ ഈ പോയിന്റ് ഒറിജിൻ എന്ന് പറയുന്ന ഈ പോയിന്റ് ഫിക്സ്ഡ് ആണ് കേട്ടോ. ആ വടിയുടെ ഈ പോയിന്റ് ഫിക്സ്ഡ് ആണ്, അതായത് ഈ പോയിന്റ് മൂവബിൾ ആണ്. അതായത് ഇങ്ങനെയൊക്കെ ആ ബോഡിക്ക് സർക്കുലർ മോഷൻ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഞാനിപ്പോൾ ഇതാണ് ആ റോഡ് എന്ന് പറയുന്നത്, പക്ഷേ അതിനിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നത്. സെയിം വേ ഈ ബോഡിക്ക് സർക്കുലർ പാത്ത് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോലെ, പക്ഷേ ഈ എഡ്ജ് എന്താണ്? ഫിക്സ്ഡ് ആയിരിക്കും. അടുത്തൊരു കാര്യം, ഈ പറയുന്ന വടിയിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴല്ലേ അത് മൂവ് ചെയ്യാം. സോ നമുക്കൊരു ഫോഴ്സ് വേണം. സോ ഞാൻ ഇവിടെ ആ വടിയിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് കേട്ടോ. ക്ലിയർ? ആ വടിയിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സ് എഫ് ആണ്. എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ് ഞാൻ ഈ വടിയിലോട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ പോയിന്റ് എൻ ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് കേട്ടോ. ഇതൊരു 90 ഡിഗ്രി ആണ്. നിങ്ങൾക്ക് അറിയണം, കാരണം ഞാൻ വരച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ 90 ഡിഗ്രി ആവണമെന്നില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ ഇത് എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഈ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഈ ആംഗിൾ ആണ് തീറ്റ. വളരെ സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ് ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ആക്സിസ് എക്സ് വൈ, ഒരു റോഡ് അല്ലെങ്കിൽ ഒരു വടി കൺസിഡർ ചെയ്തു. ഈ എൻഡ് ഫിക്സ്ഡ് ആണ്, ഇത് മൂവബിൾ ആണ്. സോ ഇവിടെ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, എഫ് എന്ന് പറയുന്ന ഫോഴ്സ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ഫോഴ്സും നമ്മുടെ റോഡും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അതിന് ഓപ്പോസിറ്റ് സൈഡ് ഒ എൻ ആണ്. അത് എത്രയാണ്? 90 ഡിഗ്രിയിലാണ് കിടക്കുന്നത് കേട്ടോ. ഈ കാര്യം മനസ്സിലാക്കി വെക്കാം. ഫൈൻ. സോ നമുക്ക് ഈ ടോർക്കിന് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു, സോ എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒ എൻ അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒ എൻ ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? ഒ എൻ ആണ്. മനസ്സിലാക്കി പഠിക്കാം. സോ ഒ എൻ എന്ന് നമുക്ക് വേരിയബിൾസിന്റെ ടേബിൾ എഴുതാൻ പറ്റില്ല. സോ അത് നമുക്ക് എന്തിന് എഴുതണം? ആംഗിൾസിന്റെ ബേസിസിൽ എഴുതണം. സോ ഇത് തീറ്റയാണ്. സോ സൈൻ തീറ്റ ഈക്വൽ ടു എന്ത് എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. ഇപ്പൊ ഇവിടെ ഞാനൊരു കാര്യം വിട്ടുപോയി. അതായത് ഈ പറയുന്ന റോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. റോഡിന്റെ ലെങ്ത് എന്താണ്? 6 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സർക്കുലർ പാത്ത് ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഈ 6 എന്ത് തന്നെയാണ്? ആ പാത്തിന്റെ റേഡിയസ് ആയിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് എടുക്കാം. സോ അതർവൈസ് ഈ പറയുന്ന റോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. സോ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? ഒ എൻ ആണ്. So ON divided by R എന്ന് വരും. Sin theta equal to ON divided by R. Therefore ON equal to R sin theta എന്ന് വരും. Therefore ON equal to R sin theta എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ON വരെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So torque equal to force into R sin theta എന്ന് വരും. Torque equal to force into R sin theta. നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും നിങ്ങൾ പഠിച്ച കുട്ടികളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പഠിക്കണം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. സൈൻ തീറ്റ വരുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. സോ നമുക്ക് വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ലേ? ടോർക്ക് ഈക്വൽ ടു എഫ് ക്രോസ് ആർ എന്ന് എഴുതാം. വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാണ്. ടോർക്ക് ഈക്വൽ ടു എഫ് ക്രോസ് ആർ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഈ പറയുന്ന ടോർക്കിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഇതും അറിയണം. അതുപോലെ തന്നെ ഈ മെയിൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഡെറിവേഷൻ വളരെ സിമ്പിൾ ആണ്. ഒരു 3 സ്റ്റെപ്പിൽ നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് മാറ്റാം. ഇതിന് പഠിക്കേണ്ട കാര്യം എഫ് ഡോട്ട് ആർ സൈൻ തീറ്റനെ എങ്ങനെയാണ് എഫ് ക്രോസ് ആർ ആക്കിയെന്ന് മനസ്സിലാക്കണം. കാരണം സൈൻ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ടോർക്കിന്റെ ഫൈനൽ ഇക്വേഷൻ പഠിച്ചു. അത് മാത്രം പോരാ, നമുക്ക് എപ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുക, എപ്പോഴാണ് മിനിമം ആവുക, അതുപോലെ തന്നെ ടോർക്കിന്റെ ഡയമെൻഷൻ എന്താണ്, യൂണിറ്റ് എന്താണ്, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. സോ നമുക്ക് ടോർക്കിന്റെ ഫൈനൽ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, എഫ് ക്രോസ് ആർ അല്ലെങ്കിൽ എഫ് ആർ സൈൻ തീറ്റ എന്നത്. ഓക്കെ, അപ്പൊ ടോർക്ക് എപ്പോഴാണ് മാക്സിമം ആവുക? മാക്സിമം ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി ആവുമ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുക. നമുക്കറിയാം ടോർക്ക് ഈക്വൽ ടു എഫ് ആർ സൈൻ 90 ഡിഗ്രി, അല്ലെങ്കിൽ 90 ഡിഗ്രി അല്ലേ, അപ്പൊ തീറ്റയ്ക്ക് വരെ നമുക്ക് 90 ഡിഗ്രി കൊടുക്കാം. സൈൻ 90 എത്രയാണ്? സൈൻ 91 ആണ്. സോ ടോർക്ക് ഈക്വൽ ടു എഫ് ആർ എന്ന് വരും. ടോർക്ക് ഈക്വൽ ടു എഫ് ആർ എന്ന് വരും. സോ മാക്സിമം ടോർക്ക് കിട്ടുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയിലാണ് നമുക്ക് മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. തീറ്റ 0 ആവുമ്പോൾ എന്ത് വരും? ടോർക്ക് ഈക്വൽ ടു എഫ് ആർ സൈൻ 0 എന്ന് വരും. സൈൻ 0 ട്രിഗ്നോമെട്രി പഠിച്ച നമുക്ക് സൈൻ 0 അറിയില്ല എന്ന് പറഞ്ഞാൽ നടക്കലാണ്. സൈൻ 0യുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ ടോർക്ക് ഈക്വൽ ടു 0 എന്ന് വരും. സോ ഏത് ആംഗിളിലാണ് ടോർക്ക് മാക്സിമം ആവുക, ഏത് ആംഗിളിലാണ് ടോർക്ക് മിനിമം ആവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് ടോർക്കിന്റെ യൂണിറ്റ് ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിറ്റ് എഫ് ആർ ആണ്, അല്ലെങ്കിൽ എഫ് ആർ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, സോ ലെങ്ത് ആണ്. സോ മീറ്റർ എന്ന് വരും. സോ ന്യൂട്ടൺ മീറ്റർ ആണ് നമ്മുടെ ടോർക്കിന്റെ യൂണിറ്റ് വരുന്നത്, ന്യൂട്ടൺ മീറ്റർ. അടുത്ത കാര്യം ഡയമെൻഷൻ ആണ്. യൂണിറ്റ് പഠിച്ച അടുത്ത ഡയമെൻഷൻ പഠിക്കണമല്ലോ. ഡയമെൻഷൻ പഠിക്കാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? ml t power of -2. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml t power of -2 ആണ്. കാരണം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. സോ ml t power of -2 ഇൻറ്റു
ആർ എന്ന് പറഞ്ഞാൽ അതും ഒരു ഡിസ്റ്റൻസ് അല്ല, ഇൻറ്റു എൽ എന്ന് വരും. സോ ml സ്ക്വയർ T⁻². ഇതാണ് നമ്മുടെ ടോർക്കിന്റെ ഡയമെൻഷൻ. ടോർക്കിന്റെ യൂണിറ്റും ഡയമെൻഷനും ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുക, എപ്പോഴാണ് ടോർക്ക് മിനിമം ആവുക, ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആംഗുലർ മൊമെന്റം. എന്താണ് ആംഗുലർ മൊമെന്റം? നമുക്കറിയാം ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. പക്ഷെ ഇവിടെ സർക്കുലർ മോഷൻ ആയത് കാരണം ആംഗുലർ മൊമെന്റം ആണ് വരിക കേട്ടോ. സോ ആംഗുലർ മൊമെന്റത്തിന് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് വെച്ചാൽ എൽ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുക. എൽ angular momentum is denoted by L. L equal to R vector cross P. P എന്ന് പറഞ്ഞാൽ എന്താണ്, ലീനിയർ മൊമെന്റം ആണ്. നമ്മുടെ ലീനിയർ മൊമെന്റം ആണ് P എന്ന് പറയുന്നത്. ഇതിനെ ഡയഗ്രാമാറ്റിക്കലി എങ്ങനെ പറയുന്നത് വെച്ചാൽ ഒരു ബോഡി M എന്ന് പറയുന്ന മാസ് ഉള്ള ഒരു ബോഡി R എന്ന് പറയുന്ന റേഡിയസിൽ സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നു. സോ ഇതിന്റെ വെലോസിറ്റി ശരിക്കും ഏത് ഡയറക്ഷനിലാണ് വരിക? വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. നമ്മുടെ ആറും വെലോസിറ്റിയും അല്ലെങ്കിൽ ആറും നമ്മുടെ ലീനിയർ മൊമെന്റും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അഥവാ തീറ്റ എത്ര വരും? 90 ഡിഗ്രി ആയിരിക്കും. തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ വെക്റ്റർ ഫോം ഒന്ന് മാറ്റാലോ. സോ L ഈക്വൽ ടു RP sin തീറ്റ എന്ന് കൊടുക്കാം. L ഈക്വൽ ടു RP sin തീറ്റ എന്ന് കൊടുക്കാം. തീറ്റ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ sin 90 എത്രയാണ്? sin 90 എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് ഈ സൈൻ്റെ ടേം ഒഴിവാക്കാം. സോ L ഈക്വൽ ടു RP എന്ന് വരും. നമുക്കറിയാം P ഈക്വൽ ടു എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ലീനിയർ മൊമെന്റം P ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore L ഈക്വൽ ടു R ഇൻറ്റു mv എന്ന് വരും. ദാറ്റ് മീൻസ് L ഈക്വൽ ടു mvr എന്ന് വരും. L ഈക്വൽ ടു mvr വളരെ ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. പരീക്ഷയിൽ ഈ ഫോർമുല ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്താണ് ആംഗുലർ മൊമെന്റത്തിന്റെ ഫോർമുല? L ഈക്വൽ ടു mvr ആണ്. m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, v എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. സിംപ്ലി എങ്ങനെ പഠിക്കാം? r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ് r എന്ന് പറയുന്നത്. ചില ചോദ്യങ്ങളിൽ ഈ പറയുന്ന ആംഗുലർ മൊമെന്റവും ആംഗുലർ വെലോസിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന പോലത്തെ പ്രോബ്ലംസ് വരാറുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? v ഈക്വൽ ടു r ഒമേഗ അല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ L ഈക്വൽ ടു m ഇൻറ്റു v ക്ക് പകരം r ഒമേഗ ഇൻറ്റു r എന്ന് വരും. ക്ലിയർ അല്ലേ? r ഒമേഗ ഇൻറ്റു r എന്ന് വരും. സോ ഈക്വൽ ടു ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ m r സ്ക്വയർ ഒമേഗ എന്ന് വരും. m r സ്ക്വയർ ഒമേഗ. L ഈക്വൽ ടു m r സ്ക്വയർ ഒമേഗ. സോ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. L ഈക്വൽ ടു mvr പഠിക്കുക, L ഈക്വൽ ടു m r സ്ക്വയർ ഒമേഗയും പഠിച്ചു വെക്കുക. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ബേസ് ചെയ്ത ചോദ്യങ്ങൾ പരീക്ഷയിൽ വരും. പ്രോബ്ലംസ് ആയിട്ടാണ് വരിക, അല്ലാതെ ഇത് ഡിറൈവ് ചെയ്യാൻ പൊതുവേ ചോദിക്കാറില്ല. പൊതുവെ പ്രോബ്ലംസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുള്ളത്. അടുത്ത ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ്, പല പരീക്ഷകളിലും കണ്ടുവരുന്ന ഒരു ചോദ്യമാണിത്. Derive the relation connecting torque and angular momentum. ടോർക്കും ആംഗുലർ മൊമെന്റവും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഡിറൈവ് ചെയ്യാൻ ഒരു 3 മാർക്കിനൊക്കെ പല പരീക്ഷകളിലും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. സോ നമുക്ക് എങ്ങനെ റിലേഷൻ ഡിറൈവ് ചെയ്യാന്ന് വെച്ചാൽ ഇനീഷ്യലി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ L ഈക്വൽ ടു R വെക്റ്റർ ക്രോസ് P. L ഈക്വൽ ടു R വെക്റ്റർ ക്രോസ് P വെക്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഏത് ഫോർമാറ്റിലാണെന്ന് വെച്ചാൽ ഇത് UV ഫോർമാറ്റിലാണ്. അതായത് d/dt ഓഫ് UV എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഇൻറ്റു അല്ലേ? സോ UV ഫോർമാറ്റിലാണ്. ഇത് എങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞുതരാം. നമ്മൾ മാത്സിൽ പഠിക്കും ഈ ഒരു ഡെറിവേഷന്റെ സ്റ്റെപ്സുകൾ. എന്നാൽ ഞാൻ ഇനീഷ്യലി പറഞ്ഞുതരാം. U ഇൻറ്റു d/dt ഓഫ് V അല്ലെങ്കിൽ dV/dt പ്ലസ് V ഇൻറ്റു du/dt. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം. ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ക്രോസ് പ്രോഡക്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റിലാണെങ്കിൽ ഇതിനെ പ്രോഡക്റ്റ് റൂൾ എന്നാണ് പറയാം. ഇതിനെന്താ പറയാ? പ്രോഡക്റ്റ് റൂൾ. ഡെറിവേറ്റീവിൽ പ്രോഡക്റ്റ് റൂൾ ആണിത്. സോ ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡെറിവേറ്റ് ചെയ്യുക. സോ ഈ പറയുന്ന നമ്മുടെ ഇക്വേഷൻ 1നെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡെറിവേറ്റ് ചെയ്യാൻ പോവാണ്. സോ എന്ത് വരും? dl ഡിവൈഡഡ് ബൈ dt ഈക്വൽ ടു ഫസ്റ്റ് ടേം എത്രയാണ്? r ആണ്. വെക്റ്റർ ഇടണേ. r വെക്റ്റർ ഇൻറ്റു dp വെക്റ്റർ ഡിവൈഡഡ് ബൈ dt പ്ലസ് p വെക്റ്റർ ഇൻറ്റു dr വെക്റ്റർ ഡിവൈഡഡ് ബൈ dt. ക്ലിയർ? സോ ഈക്വൽ ടു ചേഞ്ച് ഇൻ r വെക്റ്റർ ഇൻറ്റു ഫസ്റ്റ് ടേം ഒരു മാറ്റമില്ല, സെക്കൻഡ് ടേം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇൻറ്റു dp/dt ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ആണ്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ അനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം എന്തിന് ഈക്വൽ ആണ്? ഫോഴ്സിന് ഈക്വൽ ആണ്. സോ ഇൻറ്റു എഫ് എന്ന് എഴുതാം പ്ലസ് ലീനിയർ മൊമെന്റം ഇൻറ്റു ഇതെന്താണ്? dr/dt എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. എന്തിന് ഈക്വൽ ആണ്? വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. സോ വെലോസിറ്റിക്ക് ഇക്വേറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? സോ
ആർ വെക്ടർ ഇൻറ്റു എഫ് വെക്ടർ ടോർക്കിന് ഇക്വേഷൻ പഠിച്ചു. ആർ വെക്ടർ ഇൻറ്റു എഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ ടോർക്കിന് ഈക്വൽ ആണ്. ടോർക്ക് പ്ലസ് ലീനിയർ മൊമെന്റം പിക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എം വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എം വി എന്ന് പറഞ്ഞ വെക്ടർ ക്വാണ്ടിറ്റി ആണ് എം വി. പുറത്ത് എന്തുണ്ട്? ഒരു വി വെക്ടർ ഉണ്ട്. പുറത്തൊരു വി വെക്ടർ ഉണ്ട്. ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്, മറക്കരുത് കേട്ടോ. സോ ഈക്വൽ ടു ടോർക്ക് പ്ലസ് എം സ്കെയിലർ ക്വാണ്ടിറ്റി ഞാൻ പുറത്തെടുത്തു, അകത്തുള്ള ടേംസ് അതുപോലെ തന്നെ എഴുതി. വി ക്രോസ് വി എന്ന് വരും. വി ക്രോസ് വി. ക്ലിയർ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കണ്ടീഷൻ ആണ്, അതാണ് വി ക്രോസ് വി എന്ന് പറയുന്നത്. വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം എന്താന്ന് വെച്ചാൽ വി ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. വി വി സൈൻ തീറ്റ. വി വി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് ഒരേപോലുള്ള വെക്ടേഴ്സ്. ഇപ്പൊ ഇത് വി വെക്ടർ ആണ്, ഇതും വി വെക്ടർ, ഒരേപോലുള്ള വെക്ടേഴ്സ് അല്ലേ വി വി സൈൻ തീറ്റ എന്ന് വരുമ്പോൾ. സോ രണ്ട് തമ്മിൽ ആംഗിൾ എത്രയാണ്? 0 ആണ്. രണ്ട് തമ്മിൽ ആംഗിൾ 0 ഡിഗ്രി ആണ്. അപ്പൊ തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോൾ വി ക്രോസ് വിയുടെ വാല്യൂ എത്ര വരും? 0 ആയിട്ട് വരും. കാരണം സൈൻ 0 ആയതുകൊണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഈ ഹോൾ ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ ടോർക്ക് മാത്രമേ ഉള്ളൂ. സോ ഡി എൽ ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് മാത്രമായിട്ട് കിട്ടും. ഡി എൽ ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു ടോർക്ക്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാനുള്ളത്. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം വിൽ ബി ഈക്വൽ ടു ടോർക്ക് എന്ന് വരും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം വിൽ ബി ഈക്വൽ ടു ടോർക്ക് എന്ന രീതിയിൽ നമുക്ക് വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടന്റ് ആയ ചോദ്യത്തിലൂടെ കിടക്കാം. ഈ ആംഗുലർ മൊമെന്റം റിലേറ്റഡ് ചോദ്യമാണ്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്താണെന്ന് വളരെ ഇമ്പോർട്ടന്റ്, ന്യൂട്ടൺസ് ലോ പോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സോ ഇതിനെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ് ഡി എൽ ഡിവൈഡഡ് ബൈ ഡി ടി. നമ്മൾ ടോർക്കും ആംഗുലർ മൊമെന്റും നമ്മൾ റിലേഷൻ പഠിച്ചില്ലേ? ഡി എൽ ഡിവൈഡഡ് ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു ടോർക്ക് ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എന്തിന് ഈക്വൽ ആണ്? ടോർക്കിന് ഈക്വൽ ആണ്. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടോർക്ക് 0 ആയാൽ, അതായത് നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ഒരു ടോർക്കും പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ എന്താവും? ആംഗുലർ മൊമെന്റം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. നമ്മൾ പുറമേ നിന്ന് ഒരു ടോർക്കും നമ്മുടെ സിസ്റ്റത്തിലോട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എന്തിന് ഈക്വൽ ആയിരിക്കും? 0 ആയിട്ട് മാറും. അതായത് ആംഗുലർ മൊമെന്റത്തിൽ ചേഞ്ച് ഇല്ല. സോ എൽ റിമൈൻസ് കോൺസ്റ്റന്റ്. എൽ റിമൈൻസ് കോൺസ്റ്റന്റ്. ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ലോ സ്റ്റേറ്റ് ചെയ്യാം? The law of conservation of angular momentum states that if there is no external torque acting on the system, the angular momentum remains constant. If there is no torque acting on the system, the angular momentum remains constant. വളരെ ഇമ്പോർട്ടന്റ് ലോ ആണ്, വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്ക് ടോർക്കിന്റെ റിലേഷൻ എഴുതുന്നു. ടോർക്ക് 0 ആണെങ്കിൽ ഡി എൽ ബൈ ഡി ടി 0 ആയിരിക്കും. സോ എൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. എൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. വളരെ സിമ്പിൾ. നമുക്ക് നമ്മുടെ അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ട് കിടക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്. ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസ് എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ഇത് റിലേറ്റ് ചെയ്ത് രണ്ട് തിയറംസ് ഉണ്ട്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, പാരലൽ ആക്സിസ് തിയറം. ഈ രണ്ട് സാധനങ്ങൾ എല്ലാ പരീക്ഷകളിലും കണ്ടുവരാറുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഇനേർഷ്യ നമുക്കറിയാം. ഇനേർഷ്യ ന്യൂട്ടൺസ് ലോ ഒക്കെ ഇനേർഷ്യ ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടില്ലേ? ഇറ്റ് ഈസ് ദ ഇനേബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് സ്റ്റേറ്റ് ഓർ റെസ്റ്റ് until change state of rest or motion until an external unbalanced force acting on it എന്നുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ബസ്സിൽ പോകുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ പുറകിലോട്ട് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ പക്ഷേ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. മൊമെന്റ് എന്ന വാക്ക് റൊട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതായത് റൊട്ടേഷൻ മോഷനിൽ ഉണ്ടാവുന്ന ഇനേർഷ്യനെയാണ് നമ്മൾ എന്ത് പറയുക? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുക. സോ അതിനെ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്. ഒരു റൊട്ടേറ്റിംഗ് ബോഡിക്ക് ഉണ്ടാവുന്ന ഒരു ഇനേബിലിറ്റിയാണ്, ഒരു കഴിവില്ലായ്മയാണ്, അതിന്റെ സ്റ്റേറ്റ് മാറ്റം വരുത്താനുള്ള ഒരു കഴിവില്ലായ്മയാണ് നമ്മൾ എന്ത് പറയുക? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അതിന് ഐ എന്നാണ് ഡിനോട്ട് ചെയ്യാം. സോ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ബോഡിന്റെ കേസാണ്. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് ഇങ്ങനെ പോകും. ക്ലിയർ? സോ അതുകൊണ്ട് തന്നെ ഇതിനെ ജനറലി നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഈക്വൽ ടു സമ്മീഷൻ ഓഫ് എം ഐ ആർ ഐ സ്ക്വയർ എന്ന രീതിയിൽ എഴുതാം. ഐ ഈക്വൽ ടു സമ്മീഷൻ ഓഫ് എം ഐ ആർ ഐ സ്ക്വയർ എന്ന രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഒരു കാര്യം, ഇതുമായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഇതിന്റെ യൂണിറ്റ് ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. കാരണം മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ എന്ന് വരും. സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് വരും. അടുത്തത് ഡയമെൻഷൻ. മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? എം
L² ആണ്, mL² ആണ് ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ ഒരു ബേസിക് ഐഡിയ ഉപയോഗിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകും. നമ്മൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സ് പരീക്ഷയിലൊക്കെ പൊതുവെ ടീച്ചർമാർ പറയുന്നുണ്ട് അല്ലേ, ഈ ചോദ്യമില്ലാത്ത പരീക്ഷ പേപ്പർ ഇല്ല എന്നൊക്കെ ടീച്ചർമാർ പറയാറുണ്ട്. അതുപോലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു തിയറമാണ് ഞാൻ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് എൻ്റെ ഓൺ വേർഡ്സിൽ പറഞ്ഞ് കൊളവാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബോർഡിൽ വൃത്തിയായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. സോ ഈ തിയറം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഈ തിയറത്തിന് പുറമെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഡയഗ്രാം ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്, അതുകൂടി പഠിച്ചു വെക്കണം. തിയറത്തിന്റെ പേര് പാരലൽ ആക്സിസ് തിയറം എന്നാണ്. പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, എന്താണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത് വെച്ചാൽ അത് ഞാൻ ഇംഗ്ലീഷ് വായിച്ചു തരാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം. The moment of inertia of a body about an axis is equal to the sum of moment of inertia of the body about parallel axis passing through the center of mass and the product of its mass and square of the distance between the axis. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പൊതുവെ ഇങ്ങനെ വായിച്ചാൽ ആർക്കും മനസ്സിലാവില്ല, എന്നാലും എൻ്റെ ഒരു ചടങ്ങിന് വേണ്ടി ഞാൻ വായിച്ചു എന്നുള്ളൂ കാര്യം. ഇനി നമുക്ക് കാര്യത്തിലോട് കടക്കാം. ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതി തരാം. I equal to I0 plus mr². I equal to I0 plus mr². ഇതാണ് ഇക്വേഷൻ. ഇനി ചിത്രം വരയ്ക്കാം. ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഇതൊരു ചിത്രം, ഫൈൻ. ഇതൊരു ബോഡിയാണെന്ന് വെക്കാം, സിംപ്ലി ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡി എന്ന് വെക്കാം. സോ ഇത് എന്താ പറയുന്നത് ചോദിച്ചാൽ, നമ്മളൊരു പാരലൽ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാണ് കേട്ടോ. ഇതൊരു ആക്സിസ് ആണ്, AB എന്ന് പറയുന്ന ഒരു ആക്സിസ് കൺസിഡർ ചെയ്തു. ആ ആക്സിസ് ആ ബോഡിയിലൂടെ പോവാണെന്ന് വെക്കാം. സോ ഈ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അല്ലെങ്കിൽ ഈ ആക്സിസ് ബേസ് ചെയ്ത മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് I. I is the moment of inertia about an axis AB. AB എന്ന് പറയുന്ന ആക്സിസ് ബേസ് ചെയ്ത മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് I എന്ന് പറയുന്നത്. സോ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു വെച്ചാൽ, ഒരു ബോഡിക്ക് ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവില്ലേ? എന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്? സെന്റർ ഓഫ് മാസ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. നമ്മളൊരു ബുക്കൊക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ കറക്കാറുണ്ട് അല്ലേ, ആ പെർട്ടിക്കുലർ പോയിന്റിൽ വെക്കുമ്പോൾ ആ ബോഡി അല്ലെങ്കിൽ ആ ബുക്ക് പ്രോപ്പർ ആയിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കാറുണ്ട് അല്ലേ. പക്ഷെ ആ ഒരു കോർണർ എഡ്ജിൽ പിടിച്ച് കഴിഞ്ഞാൽ കറക്കാൻ പറ്റുമോ? കറക്കാൻ പറ്റില്ല. സോ ഒരു ഒബ്ജക്റ്റ് എടുത്തു വെച്ചാൽ അതിന്റെ ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. ക്ലിയർ? അപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതായത് AB എന്ന് പറയുന്ന ആക്സിസ് ബേസ് ചെയ്ത മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് mr². M എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ മാസ് ആണ് M എന്ന് പറയുന്നത്. M ഈസ് ദ മാസ് ഓഫ് ദ ഒബ്ജക്ട്. M എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയും. അപ്പോഴും കൺഫ്യൂഷൻ, എന്താണ് R എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് പാരലൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ R എന്ന് പറയാം. ഈ രണ്ട് പാരലൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാം? R എന്ന് പറയാം. സോ നമുക്ക് മനസ്സിലായില്ലേ? അതായത് AB എന്ന് പറയുന്ന ആക്സിസ് ബേസ് ചെയ്ത മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ two parallel axes. Product of mass and square of the distance between the two parallel axes എന്ന രീതിയിൽ പഠിക്കണം. വളരെ സിമ്പിൾ. ഇനി നമ്മൾ ആ തിയറി വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഒന്നുകൂടി വായിക്കാം തിയറി. The moment of inertia of a body about an axis, അതായത് AB എന്ന് പറയുന്ന ആക്സിസ് ബേസ് ചെയ്ത മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈസ് സം ഓഫ്, പ്ലസിനെയാണ് അവർ സം എന്ന് പറയുന്നത്, സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് is the sum of I0. I0 നെയാണ് പറയുന്നത് is the parallel axis ആണത്, അത് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്നത്. സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ സം പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ്. അതായത് പിന്നെ പ്രോഡക്റ്റ് ഓഫ് ദ മാസും സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ആക്സിസും. ക്ലിയർ അല്ലേ? സോ ലോ പഠിക്കണമെങ്കിൽ നമുക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഈ കൺസെപ്റ്റ് മനസ്സിലാവാതെ നമുക്ക് ഒരു ലോയും ഇവിടെ പഠിക്കാൻ പറ്റില്ല. സോ ഞാൻ കൺസെപ്റ്റ് പറഞ്ഞു, ലോ പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു, മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇത് എല്ലാം കൂടി എഴുതിയാലേ നമുക്കൊരു 3 മാർക്ക് പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ 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 ഇമ്പോർട്ടന്റ്. പാരലൽ ആക്സിസ് തിയറം നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള അടുത്തൊരു തിയറമാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അവിടെ ആക്സിസുകൾ പാരലൽ ആയിരുന്നു, ഇവിടെ ആക്സിസുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അത്രയാണ് വ്യത്യാസമുള്ളൂ. പക്ഷെ തിയറം എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനമുണ്ട്, അത് പഠിക്കുക തന്നെ വേണം. ഇത് പരീക്ഷയിൽ അതേപടി എഴുതുമ്പോഴാണ് നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടുക. സോ ഇത് ഞാൻ വായിച്ച സമയം കളയുന്നില്ല. കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന്റെ കൺസെപ്റ്റ് ആണല്ലോ. ഇതൊരു കൺസെപ്റ്റ്, ഫൈൻ. ഇതൊരു പ്ലെയിൻ ലാമിനയാണെന്ന് വിചാരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ലാമിന എന്നാണ് പറയുക, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫേസ് ആണെന്ന് കൺസിഡർ ചെയ്യുക. സോ ഈ പ്ലെയിൻ സർഫേസിൽ ഞാനൊരു പെർപെൻഡിക്കുലർ ആക്സിസ് കൺസിഡർ ചെയ്യാം. ഇതൊരു പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്.
ഇതൊരു ഇസഡ് ആക്സിസ് ആണെന്ന് നോക്കിയാൽ 3 ആക്സിസുകൾ കൺസിഡർ ചെയ്യും. സോ ഈ ആക്സിസ് ബേസ് ചെയ്ത മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്, അതായത് ഐ ഇസഡ് എന്ന് പറയുന്നത്, ഈ ആക്സിസിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ആക്സിസുകൾ കൺസിഡർ ചെയ്യാം. ഈ ആക്സിസിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ആക്സിസ്, ഇത് ഐ എക്സ്, ഇത് ഐ വൈ ആണെന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഈ എക്സ് ആക്സിസ് മൂലമുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഐ എക്സ് ആണ്, അല്ലെങ്കിൽ വൈ ആക്സിസ് ബേസ് ചെയ്ത മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഐ വൈ ആണെങ്കിൽ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് വിച്ച് ഈസ് perpendicular to the plane lamina will be equal to sum of moment of inertia about the other 2 axes. അതായത് ix plus iy എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ? iz എന്ന് പറയുന്നത് വെച്ചാൽ ഈ പെർപെൻഡിക്കുലർ ആക്സിസ് മൂലമുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അല്ലെങ്കിൽ അതിന്റെ ബേസിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ix plus iy ക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും മീറ്റ് ചെയ്യണം. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇത് മൂന്നും മീറ്റ് ചെയ്യണം. 3 ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇതാണ് കൺസെപ്റ്റ്. ഇനി ഞാൻ ഇത് വായിച്ചു തരാം. ഇത് വായിച്ചു തന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു തിക്കറൊക്കെ ഉണ്ടാവും. കാരണം ഇത് എഴുതി തന്നെ പഠിക്കേണ്ട ഒരു തിയറമാണ് കേട്ടോ. വായിച്ചു തരാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അതായത് ഒന്നുമില്ല, ഈ ഇസഡ് ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈക്വൽ ടു ദ സം ഓഫ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ലാമിന about any 2 mutually perpendicular axes. അതായത് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സം ഓഫ് ബാക്കിയുള്ള 2 ആക്സിസുകളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സം ആയിരിക്കും എന്നാണ് പറയുന്നത്. And intersecting each other at a point where the perpendicular axis meet the lamina. അതായത് ഈ പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് പറയുന്നത് 3 ഡയമെൻഷൻ ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആക്സിസ് വരിക. ശരിക്കും ഇത് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ എന്തായിരിക്കും, ഈ 2 ആക്സിസുകളും മീറ്റ് ചെയ്തിരിക്കണം. അതാണ് ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. അത് തന്നെയാണ്, ഈ 3 ആക്സിസുകളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷനും ഡയഗ്രാമും ഈ തിയറവും പഠിച്ചു തന്നെ ഇരിക്കണം. പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകണം. ഈ ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തു. അടുത്തത് ഈ ചാപ്റ്ററിന് മോസ്റ്റ് പ്രോബബ്ലി കണ്ടുവരാറുള്ളത് പ്രോബ്ലംസ് ആണ്, കണക്കുകളാണ് ഈ ചാപ്റ്ററിന് കണ്ടുവരാറുള്ളത്. കണക്ക് ഏത് ടോപ്പിക് ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടല്ലോ, ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ബേസ് ചെയ്ത ചോദ്യങ്ങൾ നമുക്ക് കണ്ടുവരാറുണ്ട്. സോ നമുക്കറിയാം, ഒരു കണക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഫോർമുലാസ് വേണം. സോ ഫോർമുലാസ് നമ്മൾ കുറെ ഞാൻ ബോർഡിൽ എഴുതി വെറുതെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. എന്റെ സൈഡിൽ നിങ്ങൾക്കൊരു ബോക്സ് കാണുന്നുണ്ട്. സോ അതിനകത്ത് 4 കാര്യങ്ങളുടെ ഫോർമുലാസ് ആണുള്ളത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് ഉണ്ട്, ഡിസ്ക് ഉണ്ട്, സ്പിയർ ഉണ്ട്, സിലിണ്ടർ ഉണ്ട്. സോ ഈ 4 കാര്യങ്ങളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്രോപ്പർലി നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ഓൾമോസ്റ്റ് ഒരു 8 ഫോർമുലാസ് വരും. 8 ഫോർമുലാസും പ്രോപ്പർലി പഠിച്ചു വെക്കണം. കാരണം പെർപെൻഡിക്കുലർ കണ്ടീഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഡയാമീറ്ററിലൂടെ കണ്ടീഷൻ ഉണ്ടാവും. സോ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ടാൻജന്റിന്റെ കണ്ടീഷൻ ഒക്കെ ഉണ്ടാവും. സോ ഈ പറയുന്ന ഫോർമുലാസ് തറവാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ബേസ് ചെയ്ത വീഡിയോ ആണ്. സോ അതിനകത്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഈ പറയുന്ന ഫോർമുലാസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ ഫോർമുലാസ് ചുമ്മാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. കാരണം അത് ബേസ് ചെയ്ത ഡെറിവേഷൻസ് പൊതുവെ കണ്ടുവരാറില്ല, ചോദ്യങ്ങളാണ് കണ്ടുവരാറുള്ളത്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് കണ്ടുവരാറുള്ളത്. സോ നമുക്ക് അടുത്ത പാർട്ട് വീഡിയോയിൽ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇതോടുകൂടി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.